ലോകത്തിന്റെ കശാപ്പ് കടയായി മാറുകയാണ് ഇന്ത്യ. ഏത് മാംസമാണ് നിങ്ങൾ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ അത് ഇന്ത്യയിൽ വെട്ടി നിങ്ങൾക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യും. അതെങ്ങനെ കഴിയും? ഇവർക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ഭാരതത്തിലെ എവിടെയാണോ ഹിന്ദുമതം, സിഖ് മതം, ജൈനമതം, ബുദ്ധമതം എന്നിവയുള്ളത്, ഇങ്ങനെയുള്ള വലിയ മതങ്ങൾ നിരന്തരം അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നു, അനുകമ്പയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരനായി. ഇതെങ്ങനെ സംഭവിക്കും? ഇത് പൈസയോടുള്ള ആർത്തിയും ഫലങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുമാണ്. പണത്തോടുള്ള നമ്മുടെ മോഹം എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റോൾ ലഭിക്കുന്നില്ല എന്നാണ്. തുടർച്ചയായി നമ്മൾ മാംസം എക്സ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സർക്കാർ ചിന്തിക്കുന്നത് ജീവനുള്ള മൃഗങ്ങളെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ്. പിങ്ക് റെവല്യൂഷൻ എന്ന് വെച്ചാൽ മാംസം, ബ്ലൂ റെവല്യൂഷൻ എന്ന് വെച്ചാൽ മത്സ്യം. നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ടാകുന്നു എന്നാണ്. നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നില്ല. മാംസത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു രൂപ, അത് കൺസപ്ഷൻ ആയാലും എക്സ്പോർട്ട് ആയാലും അതിലൂടെ കാരണം നിങ്ങൾ 10 രൂപയാണ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.